നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2026 മെയ് 8 വെള്ളിയാഴ്ച. ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. തൊഴിൽ രംഗത്ത് മികച്ച വിജയം കൈവരിക്കാൻ സാധിക്കുന്ന ശുഭദിനമാണിത്. ശത്രുദോഷങ്ങൾ മാറുകയും സർക്കാരിൽ നിന്ന് ഗുണാനുഭവങ്ങൾ ലഭിക്കുകയും ചെയ്യും. സാമ്പത്തിക ലാഭത്തോടൊപ്പം കലാ സാഹിത്യ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തിയും ഉയർച്ചയും പ്രതീക്ഷിക്കാം. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ സംയമനം പാലിക്കുക. ബന്ധുക്കളുമായി കലഹങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. മാനസികമായ പിരിമുറുക്കമോ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ അലട്ടിയേക്കാം. തൊഴിൽ രംഗത്ത് കൂടുതൽ ശ്രദ്ധ പുലർത്തുന്നത് പരാജയങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. ആരോഗ്യകാര്യങ്ങളിൽ അതീവ ശ്രദ്ധ ആവശ്യമായ ദിവസമാണിത്. ശാരീരികമായ ക്ഷീണമോ ഉദര സംബന്ധമായ അസ്വസ്ഥതകളോ നേരിടേണ്ടി വന്നേക്കാം. എല്ലാ കാര്യങ്ങളിലും ചെറിയ തടസ്സങ്ങളോ അപമാനങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രതയോടെ നീങ്ങുക. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. കുടുംബത്തിൽ സന്തോഷവും ഐശ്വര്യവും നിറഞ്ഞ അനുഭവങ്ങളും ഉണ്ടാകും. ബന്ധുക്കളിൽ നിന്ന് ഗുണകരമായ സഹായങ്ങൾ ലഭിക്കും. ആടയാഭരണങ്ങളും അലങ്കാര വസ്തുക്കളും സ്വന്തമാക്കാൻ യോഗമുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ ഐക്യവും സമാധാനവും നിലനിൽക്കും. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. രോഗങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുകയും ശത്രുദോഷങ്ങൾ അകലുകയും ചെയ്യുന്ന ആശ്വാസകരമായ ദിവസമാണിത്. കുടുംബജീവിതത്തിൽ സൗഖ്യം അനുഭവപ്പെടും. തൊഴിൽ വിജയത്തോടൊപ്പം സാമ്പത്തികമായ ഉന്നതിയും ഈ രാശിക്കാർക്ക് ഇന്ന് ലഭിക്കും. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. സംസാരത്തിലും ആശയവിനിമയത്തിലും അതീവ ജാഗ്രത പുലർത്തുക. അല്ലാത്തപക്ഷം അബദ്ധങ്ങൾ സംഭവിക്കാൻ ഇടയുണ്ട്. ജോലിസ്ഥലത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ നോക്കണം. ബന്ധുക്കളുമായി കലഹങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ പക്വതയോടെ പെരുമാറുക. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ പ്രതീക്ഷിച്ച പുരോഗതി ലഭിക്കാത്തതിൽ ചെറിയ മാനസിക വിഷമം തോന്നിയേക്കാം. വാത ഉദര സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുക. മനസംതൃപ്തി നിലനിർത്താൻ ഈശ്വരചിന്തയോടെ മുന്നോട്ടു പോകുക. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും അനുഭവപ്പെടുന്ന ദിവസമാണിത്. മംഗളകരമായ ചടങ്ങുകൾ നടക്കാൻ സാഹചര്യം ഒരുങ്ങും. ആരോഗ്യസ്ഥിതി തൃപ്തികരമായിരിക്കും. ദാമ്പത്യ ഐക്യത്തോടൊപ്പം വാഹനഭാഗ്യവും ശത്രുദോഷ ശമനവും ഇന്ന് പ്രതീക്ഷിക്കാം. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. മനസ്സിന് ചെറിയ വിഷമങ്ങളോ അലസതയോ അനുഭവപ്പെടാൻ സാധ്യതയുള്ള ദിവസമാണിത്. ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. തൊഴിൽപരമായ തിരിച്ചടികൾക്കോ സാമ്പത്തിക ഞെരുക്കത്തിനോ സാധ്യതയുള്ളതിനാൽ ഓരോ നീക്കത്തിലും ജാഗ്രത വേണം. ജലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. കുടുംബത്തിൽ മംഗളകരമായ കാര്യങ്ങൾ നടക്കാൻ യോഗമുള്ള ശുഭദിനമാണിത്. വിശേഷപ്പെട്ട പുണ്യസ്ഥലങ്ങൾ കുടുംബാംഗങ്ങളോടൊപ്പം സന്ദർശിക്കാൻ അവസരം ലഭിക്കും. ദാമ്പത്യ ജീവിതത്തിൽ ഐക്യവും തൊഴിൽ രംഗത്ത് മികച്ച വിജയവും കൈവരിക്കാൻ സാധിക്കും. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. മറ്റുള്ളവരെ സഹായിക്കാൻ ശ്രമിക്കുമെങ്കിലും തിരികെ മോശമായ അനുഭവങ്ങൾ ലഭിക്കാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കുക. ശത്രുദോഷം, കുടുംബകലഹം, നിയമപരമായ തടസ്സങ്ങൾ എന്നിവ അലട്ടാൻ ഇടയുള്ളതിനാൽ സംയമനം പാലിക്കുക. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. സഹോദര തുല്യരായ വ്യക്തികളിൽ നിന്ന് വലിയ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്ന ദിവസമാണിത്. അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടങ്ങൾക്ക് യോഗമുണ്ട്. സാഹിത്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് തങ്ങളുടെ കൃതികൾ പ്രസിദ്ധീകരിക്കാനുള്ള നല്ല അവസരങ്ങൾ തേടിയെത്തും. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.